കോഴിക്കോട് വടകരയിൽ ബിജെപിയിലെ വിമതന്മാർക്കെതിരെയുള്ള നടപടിക്ക് പിന്നാലെ കലഹം രൂക്ഷമാകുന്നു. നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച വിമതപക്ഷത്തിന്റെ പ്രകടനം. കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണനെതിരെയാണ് പ്രതിഷേധം. ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി P ശ്യാംരാജ് ഉൾപ്പെടെ 9 പേരെ ബിജെപിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് നേതൃത്വത്തെ പരസ്യമായി വെല്ലുവിളിച്ച് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. ബിജെപി കോഴിക്കോട് നോർത്ത് ജില്ലാ പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണനെതിരെയാണ് പ്രതിഷേധം. പ്രഫുൽ കൃഷ്ണന്റെ കോലവും പ്രതിഷേധക്കാർ കത്തിച്ചു. വടകര നാദാപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത പ്രശ്നങ്ങൾക്ക് പിന്നാലെയാണ് വടകര ബിജെപിയിലെ പൊട്ടിത്തെറി. നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണെന്നും പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും ഫണ്ടുകൾ തിരിമറി നടന്നിട്ടുണ്ട് എന്നും വിമതർ പറയുന്നു. ഇപ്പോൾ ഉണ്ടായ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് സംഘടന സ്ഥാനാർത്ഥികൾക്ക് ഒരു സഹായം കൊടുക്കുമായിരുന്നു. ആ സഹായം പൂർണ്ണമായി കിട്ടേണ്ട സ്ഥലങ്ങളിൽ കിട്ടിയില്ല എന്നുള്ള അഭിപ്രായവും ആക്ഷേപവും പാർട്ടിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും ആക്ഷേപം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. വടകര നാദാപുരം മണ്ഡലങ്ങളിൽ നിന്നും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ റിബലായി പത്രിക നൽകിയ 2 പേർ ഉൾപ്പെടെ 9 പേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. വടകരയിൽ പത്രിക നൽകിയ ശ്യാംരാജ് കുര്യാടിക്ക് പുറമെ നാദാപുരത്ത് K പത്മകുമാർ എന്നിവരാണ് റിബലായി പത്രിക നൽകിയത്. ഇവർക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച BJP നേതാക്കളടക്കം 9 പേരെയാണ് പാർട്ടി പുറത്താക്കിയത്. വടകര റെസ്റ്റ് ഹൌസ് പരിസരത്ത് നിന്നും 30ഓളം പ്രവർത്തകർ പ്രകടനവുമായി നഗരം ചുറ്റി. അടക്കാത്തെരുവ് ജംഗ്ഷനിൽ വെച്ചാണ് പ്രഫുൽ കൃഷ്ണയുടെ കോലം കത്തിച്ചത്. നേതൃത്വത്തെ വെല്ലുവിളിച്ച് നിരവധി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് വലിയ തലവേദനയാണ് BJPക്കുള്ളിൽ സൃഷ്ടിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.